ഡിജി കേരളയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വാർഡ് സഭകൾ ചേരാൻ പൊന്നാനി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. പൊതുമരാമത്ത് ടെൻഡർ കാലാവധി വർദ്ധിപ്പിക്കാനും തീരുമാനം. സാധാരണക്കാർക്ക് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനായി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ കേരള പദ്ധതി പൊന്നാനി നഗരസഭയിലും ഊർജിതമാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ഇതിനായി പ്രത്യേക വാർഡ് സഭകൾ വിളിച്ചു ചേർക്കാൻ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തെ തുടർന്ന് മുടങ്ങിയ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ടെൻഡർ കാലാവധി നീട്ടി നൽകാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും വാർഡ് സഭ ചേരണമെന്നാണ് നിലവിലെ ചട്ടം. പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാസം 19-ാം തീയതി മുതൽ 17 മുതൽ വാർഡ് സഭകൾ ചേരുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കൗൺസിലർമാർ അതിനനുസരിച്ച് വാർഡ് തലത്തിലുള്ള നിലവിലുള്ള സ്ഥിതികൾ അവലോകനം ചെയ്യുകയും ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഡിജിറ്റൽ സാക്ഷരതാ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായ അജണ്ടയായെടുത്ത് വാർഡ് സഭ ചേരുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള നമ്മുടെ വാർഷിക പദ്ധതികളുടെ ഇംപ്ലിമെന്റേഷൻ സംബന്ധിച്ചിട്ടുള്ള പുരോഗതി, അതുപോലെ തന്നെ മറ്റ് സ്റ്റാറ്റസ് എന്നിവ വാർഡ് സഭകളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. പൊന്നാനി താലൂക്ക് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടം കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കി പണിയുന്നതിനും ഈ കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നതിനും തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.